തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയോട് അന്യായം കാണിച്ച ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആദ്യം 25% തീരുവ, പിന്നീട് 25% അധിക തീരുവ, അങ്ങനെ മൊത്തത്തിൽ 50% തീരുവ. ഇന്ത്യയെ താരിഫുകളുടെ രാജാവ് എന്നതിനു പുറമെ ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന നികുതി ചുമത്തുന്നുവെന്ന് ആരോപിച്ച് ട്രംപ് ഇന്ത്യക്കെതിരെ തിരിച്ചടികൾ ആരംഭിച്ചു. അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി പുതിയ വ്യാപാര കരാറുകളിലേക്ക് ഇന്ത്യ നീങ്ങി. ഇത് അമേരിക്കൻ വിപണിയിലുണ്ടായ നഷ്ടം നികത്താൻ സാധിച്ചു. അമേരിക്കയെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 18 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നറിയപ്പെടുന്ന ഈ കരാർ 200 കോടിയോളം ജനങ്ങളുള്ള ഒരു ഭീമൻ വിപണിക്കാണ് വഴി തുറക്കുന്നത്. എന്നാൽ ഈ വ്യാപാര സഖ്യത്തിൽ അമേരിക്കൻ ഭരണകൂടം കടുത്ത അമർഷം രേഖപ്പെടുത്തി കഴിഞ്ഞു. ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ കടുത്ത തീരുവകൾ പ്രഖ്യാപിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനുമായി കൈകോർത്ത് ആഗോള വ്യാപാരത്തിൽ പുതിയ ബദൽ ശക്തിയായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇത് വെറും ഒരു സാമ്പത്തിക നീക്കം മാത്രമല്ല, ലോകക്രമത്തിലെ തന്ത്രപരമായ കരുനീക്കം കൂടിയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ ഇതിന് മികച്ച ഉദാഹരണമാണ്. അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾക്ക് കാത്തു നിൽക്കാതെ തന്നെ മറ്റ് വിപണികൾ കണ്ടെത്താൻ രാജ്യങ്ങൾ പ്രാപ്തമായി കഴിഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി ധാരണയിലെത്തിയ വ്യാപാര കരാർ അമേരിക്കയ്ക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്നതിനെതിരെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് രംഗത്തെത്തിയിരുന്നു. യൂറോപ്പ് തങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിന് യൂറോപ്പ് തന്നെ ഫണ്ട് നൽകുകയാണെന്നാണ് അമേരിക്കയുടെ പ്രധാന ആക്ഷേപം. വ്യാപാരത്തിന് പുറമെ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, ഊർജ്ജ സഹകരണം എന്നിവയിലും ഇരു വിഭാഗവും ധാരണയിലെത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ US സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ രാജ്യങ്ങളും അമേരിക്ക വരച്ച വഴിയെ പോകണമെന്ന നിർബന്ധം അമേരിക്കയ്ക്ക് എക്കാലവും ഉള്ളതാണ്. അതിന് വഴങ്ങാത്ത രാജ്യങ്ങളെ ഉപരോധം കൊണ്ടും പ്രതിരോധം കൊണ്ടുമൊക്കെ അമേരിക്ക കീഴ്പ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. തങ്ങളുടെ നയങ്ങളോട് വിയോജിക്കുന്ന രാജ്യങ്ങളെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്നത് അമേരിക്കയുടെ പ്രധാന ആയുധമാണ്. ഇറാൻ, ക്യൂബ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. നാറ്റോ പോലുള്ള സൈനിക സഖ്യങ്ങൾ വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്ക തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ഇതിന് വഴങ്ങാത്ത രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അവർക്കെതിരെ നിരവധി ഉപരോധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ കൊണ്ടുവരികയും സൈനിക നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന രീതി അമേരിക്കയ്ക്കുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഉയർന്ന തീരുവ ചുമത്തിയത് ഇതിന്റെ ഭാഗമാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കാൻ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ബലി കഴിക്കാൻ അമേരിക്ക മടിക്കാറില്ല. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് സഖ്യം അമേരിക്കൻ ഡോളറിന് പകരമായി പുതിയ വ്യാപാര രീതികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക ആധിപത്യത്തിനുള്ള വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും S-400 മിസൈൽ സംവിധാനം വാങ്ങുന്നതും അമേരിക്കയുടെ എതിർപ്പിനെ അവഗണിച്ചാണ്. തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണനയെന്ന് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. അമേരിക്കയോട് പോയി പണി നോക്കാൻ പറ എന്ന് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി കരാർ ഉണ്ടാക്കിയതിലൂടെ പറയുകയല്ല, മറിച്ച് കാണിച്ചു കൊടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ താരിഫ് കിങ് എന്ന് വിളിച്ച് പരിഹസിക്കുകയും കടുത്ത നികുതികൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ പകച്ചു നിന്നില്ല. പകരം അമേരിക്കയെക്കാൾ വലിയൊരു വിപണിയായ യൂറോപ്യൻ യൂണിയനുമായി കരാറിലെത്തിക്കൊണ്ട് അമേരിക്കയുടെ ഭീഷണിക്ക് ഇന്ത്യ മറുപടി നൽകി. ലോകം മുഴുവൻ അമേരിക്കൻ നിബന്ധനകൾക്കനുസരിച്ച് വ്യാപാരം നടത്തണമെന്ന ശാഠ്യത്തിനുള്ള തിരിച്ചടിയാണിത്. അമേരിക്കൻ നികുതി കൂട്ടുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യ നികുതി കുറച്ചു നൽകി. ഇത് അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടിയാകും.